എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ബസൂക്ക, മമ്മൂക്കയുടെ ബസൂക്ക റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതാണ്. ഫെബ്രുവരി 14 സിനിമ റിലീസിനെത്തും. ഇതൊരു സംശയത്തിൽ തന്നെ അവിടെ നിൽക്കുന്നു. ഇപ്പോഴും ഇതിന്റെ ഡേറ്റ് ചേഞ്ചും ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം വരുമോ, മാറാനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അതെ, ഇനി മാറാതെ അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. അതിനിപ്പോ വന്നു കഴിഞ്ഞാല് നമ്മൾ സ്വീകരിക്കും, അല്ലാണ്ട് വേറെ നിവർത്തിയില്ലല്ലോ. നമ്മള് സ്വീകരിക്കും, നമുക്ക് വേറെ പണിയൊന്നുമില്ല. അതെ, പക്ഷെ സാധാരണ പ്രേക്ഷകരുടെ കാര്യം അങ്ങനെയല്ല, അതിലൊരു ഡൗട്ടുള്ളൂ. എന്തായാലും ബസൂക്ക സിനിമയുടെ ഒരു സിനോപ്സിസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നുണ്ട്. ഇതിന്റെ കഥ ഇന്നതാണ് എന്നുള്ളത് പറഞ്ഞിട്ടാണ്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കാം. എന്താണെന്ന് നോക്കണല്ലോ കഥ. ഇതൊരു ഗെയിം ചേഞ്ചർ ത്രില്ലറാണ്. ഗെയിം ചേഞ്ചറോ? ഇതാണ് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് കിട്ടിയ ഒരു ഷോക്ക് ഉണ്ടല്ലോ, അത് നമ്മളെ വിട്ടുപോകില്ല. ഗെയിം ചേഞ്ചർ ത്രില്ലർ അല്ല, ഗെയിം ത്രില്ലർ. ഇത് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ജോണറാണ്. നീ ഏതെങ്കിലും ഗെയിം ത്രില്ലർ കണ്ടുണ്ടോ? ഈ ജോൺ മലയാളത്തിൽ പോട്ടെ, വേറെ ഏതെങ്കിലും? ഇഷ്ടം പോലെ ഉണ്ട്. ഗെയിം പിന്നെ കുറെ ഉണ്ട്. ശരിയാ. എന്താണെങ്കിലും സിനോപ്സ് ഇതാണ്, നമുക്ക് വായിക്കാം. ഓക്കെ. നല്ല ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ച് തീർക്കൂട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാണ്. എന്താണെങ്കിലും ആക്ഷൻ ഡ്രാമ എന്നാണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെൻ ടു റാൻഡം സ്ട്രേഞ്ചേഴ്സ്, ജോൺ സീസർ ആൻഡ് ബ്രാഡി. ഓ, എന്ത് പേരാണല്ലോ, ജോൺ സീസറും ബ്രാഡി. പക്ഷേ ബ്രാഡി അല്ല, ബ്രാഡി. നിനക്ക് ആ പേരാ ഇഷ്ടപ്പെട്ടല്ലേ? സീസർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. രണ്ടിലും ഉണ്ടെന്ന്. വെറുതെ അല്ല. ഓക്കെ, ജോൺ സീസർ ആൻഡ് ബ്രാഡി. കീടിലം പേര്. ഓക്കെ, അറിയാണ്ട് തെറ്റിപ്പോയതാണ്ടോ, അല്ലാണ്ട് മനഃപൂർവ്വം ഞാൻ പറഞ്ഞല്ലേ. എന്താ, രണ്ടുപേരും ഒരു ബസ് യാത്രക്കിടെ കാണുന്നു. രണ്ടും സ്ട്രേഞ്ചേഴ്സ് ആണ്. മീറ്റ് ഡ്യൂറിംഗ് എ ബസ് റൈഡ്. ഓക്കെ. ബ്രാഡി ഡിസ്കവേഴ്സ് ദാറ്റ് ജോൺ ഈസ് നോ ഓർഡിനറി മാൻ ബട്ട് എ മെമ്പർ ഓഫ് ദി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഓക്കെ, ബ്രാഡി മനസ്സിലാക്കുന്നു സീസർ ഒരു ചെറിയ പുള്ളിയല്ല. അതെ. ഓക്കെ, ആള് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളതാണ്, ഒരു മെമ്പറാണ്. ഓൺ ദ ഹണ്ട് ഫോർ എ സൈക്കോപാത്തിക് ക്രിമിനൽ കേസിംഗ് ചൗസ് ഇൻ കൊച്ചി. കൊള്ളാം. ആസ് ജോൺ നരേറ്റ്സ് ദ സ്റ്റോറി ഓഫ് ദി ക്രിമിനൽസ്. അപ്പോ ബ്രാഡിനോട് ഈ സ്റ്റോറി പറയുന്നത് ജോണാണ്. അതായത് സൈക്കോപാത്തിക് ആയിട്ടുള്ള കുറെ ക്രിമിനൽസിനെ തപ്പി ഇറങ്ങിയതാണ്. കുറെ ആണോ, ഒന്നാണോ? കുറെ, അല്ലാണ്ട് ഒരാളെ അല്ല പറഞ്ഞേക്കുന്നത്. കൊച്ചിയിലുള്ള സൈക്കോപാത്തിക് ടീമിനെ, അതായത് ആളെ പിടിക്കാനും അങ്ങനത്തെ കുറച്ച് പരിപാടികളായിട്ടുള്ള ഒരു നിയോഗിക്കപ്പെട്ട ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ലേ, സീസർ. ആ സീസർ പറഞ്ഞു കൊടുക്കുന്നു ബ്രാഡിയോട് ഒരു കഥ. എന്താണെങ്കിലും ക്രിമിനൽസ് എസ്കലേറ്റിംഗ് ഹീസ്റ്റ്, ദ ടു സ്ട്രേഞ്ചേഴ്സ് ബിക്കം എന്താണ് അങ്ങനെ തന്നെ. നല്ല ആളോടാ ഞാൻ ചോദിച്ചത്. ഇൻ എ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ഫിൽഡ് വിത്ത് ക്ലൂസ്. ഓക്കെ, ക്ലൂസ്, പസിൽസ് ആൻഡ് ഹിഡൻ ഇന്റൻഷൻസ്. ഓക്കെ, അതായത് ഹിഡൻ ഇന്റൻഷൻ വെച്ചിട്ട് ഇവരൊരു മൗസ് ആൻഡ് ക്യാറ്റ് പ്ലേയില് അകപ്പെടുന്നു, ഇവർ രണ്ടുപേരും. അതെ. അപ്പൊ ഈ കഥ പറഞ്ഞതോടെ അവൻ പെട്ടുന്ന് പറഞ്ഞു കുടുങ്ങിയത്. അപ്പൊ സീസർ അതിൽ പെടുന്നുണ്ട്, ബ്രാഡിയും പെടുന്നുണ്ട്. ഇവർ രണ്ടുപേരും അതിന്റെ ഈ ഒരു ഗെയിമില് പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സൈക്കോപാത്തിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ മറ്റേ ഹീസ്റ്റ് പരിപാടിയാണ്. മോഷണം. ഓക്കെ, അപ്പോൾ ആ പരിപാടി കണ്ടെത്താനാണ് സീസറിന്റെ ശ്രമം. അപ്പൊ അതില് ഈ ബ്രാഡിയും കൂടി ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, കൊള്ളാം, നൈസ്. ഓക്കെ, പിന്നെ മാത്രമല്ല പസിൽസ് വെച്ചിട്ടുള്ള ഗെയിമാണ്. എന്താണെങ്കിലും അടുത്തും കൂടി വായിക്കാം. ആസ് ദ സ്റ്റേക്സ് റൈസ് എ ഫൈനൽ ഹീസ്റ്റ് ഫോഴ്സസ് ദം ടു റിലേ ഓൺ വീഡിയോ ഗെയിംസ് ആൻഡ് ഹാക്കിംഗ് സ്കിൽസ് ടു ക്രാക്ക് ദി കേസ്. അപ്പം ഹാക്കിങ്ങും വീഡിയോ ഗെയിമും ഇപ്പൊ കറക്റ്റ് ഗെയിംസ് ത്രില്ലറിലേക്ക് അതിലേക്ക് എത്തി. അതായത് വീഡിയോ ഗെയിം വെച്ചിട്ടുള്ള പരിപാടി അല്ലേ, പിന്നെ ഹാക്കിങ്ങും അതൊക്കെ വെച്ചിട്ടാണ് ഇതില് പലതും കണ്ടെത്തുന്നതാണ് പറയുന്നത്. സംഭവം കേട്ടിട്ട് സാധനമല്ലേ. അതായത് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം വന്നിട്ടില്ല. അതായത് ഈ ഗെയിം
അതെ അതായത് ഈ ഗെയിംസും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ത്രില്ലർ, അതെ അതും ആക്ഷൻ ത്രില്ലർ, ആക്ഷൻ ഡ്രാമ ഡ്രാമ, പിന്നെ ഗെയിം ത്രില്ലർ. യെസ്. വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് കിടുക ലുക്കിലും നമ്മൾ കണ്ടതാണല്ലോ ടീസറിലൊക്കെ വന്ന് ഇറങ്ങുന്ന വരവ്, കിടുക്കാച്ചി ഐറ്റം ലുക്കിലാണ് വരുന്നത്. അതായത് പോലീസുകാരനായിട്ട് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മുടെ ബെഞ്ചമിനെയാണ്, അതായത് ഗൗതം മേനോൻ ചെയ്യുന്ന കഥാപാത്രം. ശരി. അപ്പൊ ഇതാരാ? ബ്രാഡി. ബ്രാഡി ആരാ? മമ്മൂക്കേ. അപ്പം ജോൺ സീസർ ആരാ? അതാരാ? അതൊക്കെ ആരോ. അപ്പൊ ഇവര് രണ്ടുപേരല്ല. അപ്പൊ ശരിക്കും പോലീസ് ഓഫീസർ ശരിക്കും അതില് ആരാ നമുക്ക് കാണിച്ചെന്നുള്ളത്? ഗൗതം മേനോനാണ്. അതായത് പോസ്റ്ററിലും പിന്നെ ടീസറിലും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്ത്. അതെ. അപ്പൊ ഇതില് വേറെന്തോ പരിപാടിയായിട്ട് വരുന്ന ആളാണ് അപ്പോൾ നമ്മുടെ മമ്മൂക്കാന്റെ ക്യാരക്ടർ. അതൊരു സത്യം കേട്ടോ. അപ്പൊ ഇനി വേറെ പോലീസുകാരും ഉണ്ടാവുമോ? അതും ആവാം. അതോ ഇനി ഇവരുടെ കഥ പറയുന്നതാണോ വേറെ 2 പോലീസുകാര്? അതും ആവാം. ഏതിലേക്കൊക്കെ പോകണല്ലേ? ഇനിയിപ്പോ അത് മാത്രല്ല, ഗൗതമേനോൻ വില്ലനാണെങ്കിലോ? അതും പറയാൻ പറ്റില്ലല്ലോ. പരിപാടി കൊള്ളാട്ടോ. സംഭവം എന്താണെങ്കിലും സംഭവം ഇറക്ക്. എന്താണ് ഇറക്കി വിടുന്ന എന്താണെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതെ. പിന്നെ വർക്ക്, നല്ല രീതിയിൽ വർക്ക് വരണത് ഗെയിം ത്രില്ലറൊക്കെ ആകുമ്പോഴേ അതിന് അതിൻ്റെതായ ചില പരിപാടികളുണ്ട്. അതൊക്കെ കൺവേ ആവണമെങ്കിൽ നല്ല രീതിയിലുള്ള വർക്ക് വരണം. വെറുതെ അല്ല, മമ്മൂക്കനോട് ചെക്കൻ പോയിട്ട് കഥ പറഞ്ഞപ്പോ തന്നെ മമ്മൂക്ക പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞത് അത് തന്നെ, നീ തന്നെ ഇത് ഡയറക്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അതായത് ആളുടെ വിഷൻ മമ്മൂക്കയ്ക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം തന്നെ ആയിരിക്കും കേട്ടോ ഇത്. സിനോപ്സിസ് ഭീകരം. അതെ. സിനോപ്സിസ് ഇങ്ങനെയാണെങ്കിൽ, സിനോപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ എവിടെയും അവിടെ ഇവിടെ ഒന്നും തൊടാതെ ശരിയായ രീതിയിൽ ഒരു കാര്യം പുറത്ത് വരാത്ത രീതിയിൽ എന്നാൽ ത്രില്ല് നൽകുന്ന ഒരു സംഭവമാണ് പുറത്ത് വരുന്നത്. അതെ അതെ. ഇത് ഇത്രയും വലിയ ത്രില്ലിലുള്ള ഒരു സിനോപ്സിസ് നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടില്ല. ഇത് കിടിലൻ സാധനം. ബ്രഹ്മാണ്ടത്തിനൊക്കെ പറ്റിയ സാധനം. സത്യം. എനിക്ക് തോന്നുന്നു ഇത് ഡീനോ ഡെന്നീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ റിലീസ് ഡേറ്റ് വന്ന സമയത്ത് ഒരാൾക്ക് ഒരു മെസ്സേജ് ഇട്ടൊരു സംഭവമൊക്കെ പുറത്തു വന്നായിരുന്നു. അതായത് ഈ സിനിമ ഫെബ്രുവരി 14 ഇറക്കരുത്, കാരണം മമ്മൂക്കേന്റെ അത്രയ്ക്കും ആഗ്രഹമാണ് മമ്മൂക്കേന്റെ ഒരു 100 കോടി സിനിമ പുറത്തു വരണമെന്ന്, അത് പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു മെസ്സേജ് ഇട്ടതുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു സാധനം കേട്ടപ്പോ എനിക്ക് തോന്നിയത് അത് തന്നെ കേട്ടോ, നല്ല കിടിലൻ സാധനമുണ്ട്. പിന്നെ നമ്മളറിഞ്ഞത് ഇനി ഇത് വെച്ച് പറയണ്ടല്ലോ, ഇതിപ്പോ പുറത്തു വന്ന സാധനം വെച്ചിട്ട് നമ്മൾ പറയുന്നു, അത്രേ ഉള്ളൂ. അതെ. ഇതില് കുറച്ചൊക്കെ നമുക്കറിയാവുന്ന കാര്യം വെച്ചിട്ട് കുറച്ച് ഇതിനകത്ത് സത്യമായിട്ടുള്ള എന്താണെങ്കിലും കാത്തിരിക്കാം. ഡേറ്റ് ഒന്ന് മാറ്റട്ടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സരിഗമ മാറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.